അതായത് ഇത്തരത്തിൽ ഗ്യാസുകളില്ലാത്തൊരവസ്ഥ ഹോട്ടലുകളെയും ഭക്ഷണശാലകളെയും മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഒരുമിച്ച് ബാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പച്ചക്കറി മേഖലയായാലും അതുപോലെ തന്നെ പലചരക്ക് കട അങ്ങനെയുള്ള സാഹചര്യങ്ങളിലായാലും എല്ലായിടത്തും അതായത് തൊഴിലാളികളെയും മൊത്തത്തിൽ ബാധിക്കുന്നൊരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ നോക്കിയപ്പോൾ 2-3 ഹോട്ടലുകൾ പൂട്ടിയിടേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഹോട്ടലുകളൊക്കെ തന്നെ ആരുമില്ലാത്ത രീതിയിൽ അടച്ചു കിടക്കുകയാണ്. 2-3 ഹോട്ടലുകൾ മാത്രമാണ് ഇന്ന് സ്റ്റാച്യുവിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു ഹോട്ടലിൽ നാളെ അടയ്ക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതായത് ഈ സ്റ്റാച്യു ഹോട്ടൽ ഇന്നൊരു ദിവസത്തെ മാത്രം ഗ്യാസ് സിലിണ്ടറുകളെ ഇവിടെ ഉള്ളൂ. നാളത്തുള്ള കാര്യം നാളെ കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നഗരത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സ്റ്റാച്യുവിലുള്ള നാരായണ ഭവൻ എന്നുള്ളൊരു ഹോട്ടലിലാണ്. നമുക്ക് അവരോട് ചോദിക്കാം എത്തരത്തിലാണ് ഈ ഗ്യാസ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്തൊരവസ്ഥ ഈ ഹോട്ടലുകളെ അല്ലെങ്കിൽ ഹോട്ടൽ ഉടമകളെ അവിടുത്തെ തൊഴിലാളികളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം. ഹോട്ടലിൻ്റെ ഉടമയാണ് നമ്മോടൊപ്പം ഉള്ളത്. ചേട്ടാ, ഒരു ദിവസം ഇവിടെ എത്ര സിലിണ്ടറുകളാണ് ഉപയോഗിക്കാറ്? ഞങ്ങൾക്ക് 3 സിലിണ്ടർ പെർ ഡേ, നമുക്ക് 3 സിലിണ്ടറാണ് വേണ്ടുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ടോ സിലിണ്ടറുകളും കാര്യങ്ങളൊക്കെ? ഇതിപ്പോൾ 4 ദിവസം മുമ്പ് വരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് സ്ഥിതി മോശമായിട്ട് വന്നത്. പക്ഷേ ഇന്ന് ഒരു സിലിണ്ടർ പോലും കിട്ടിയിട്ടില്ല. ആൾറെഡി ഇന്നലെ ഇവർ കൊണ്ടുവച്ച സിലിണ്ടർ വെച്ചാണ് ഇന്ന് ഞങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്. നാളെ നമുക്ക് തുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ നിമിഷം വരെ നമുക്ക് ഉറപ്പായിട്ടില്ല. കാരണം നമുക്ക് വെള്ളമില്ലെങ്കിൽ കട ഓടിക്കാൻ പറ്റും, കറണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയും കൊണ്ടുപോകാൻ പറ്റും, സ്റ്റാഫ് ഇല്ലെങ്കിൽ എനിക്ക് കയറി ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കട അടച്ചിടേന്നുള്ള ആഹ്വാനം വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്കല്ലേ കേരളത്തിലെ ഹോട്ടലുകളായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പം നമ്മൾ നോട്ട് നിരോധനം വന്നപ്പോൾ പിടിച്ചു നിന്നു, മദ്യ നിരോധനം വന്നപ്പോൾ പിടിച്ചു നിന്നു, കോവിഡ് വന്നപ്പോഴും നമ്മൾ പിടിച്ചു നിന്നു, ഈ സ്മാർട്ട് സിറ്റി വന്നിട്ട് റോഡ് കുഴിച്ചിട്ടപ്പോൾ പോലും നമ്മൾ പിടിച്ചു നിന്നു. പക്ഷേ പക്ഷേ നമുക്ക് ഒരു രീതിയിലും, കാരണം നമ്മൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ ശ്വാസം പോലെയാണ് ഒരു ഹോട്ടലിന് ഗ്യാസ്. നമുക്ക് പറ്റില്ല. ഇന്ന് നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ആൾറെഡി ഒന്നും സെറ്റപ്പ് ഒന്നും ആക്കിയിട്ടില്ല. ഇന്നെങ്ങനെങ്കിലും കൊണ്ടുപോകാന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. വിലക്കയറ്റം എങ്ങനെയാണ് ബാധിക്കുന്നത്? അതിൻ്റെ കൂട്ടത്തിൽ വിലക്കയറ്റമുണ്ട്, രൂക്ഷമായ വിലക്കയറ്റമുണ്ട്. ഇപ്പോൾ ഇതിനകത്തിപ്പോൾ എല്ലാത്തിനും വില കയറും. വില കുറയാൻ പോകുന്നത് കോഴിക്ക് മാത്രമേ ഉള്ളൂ, കാരണം അവർക്ക് കച്ചവടമില്ലല്ലോ. ഹോട്ടലില്ലെങ്കിൽ എല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് കുറയും. ബാക്കി എല്ലാത്തിനും, ഗ്യാസിന് വരെ ഇരട്ടി വില. നമ്മൾ എങ്ങനെയെങ്കിലും ഇത്രയും സ്റ്റാഫുകൾ നിൽക്കില്ല, ഇത്രയും കുടുംബങ്ങൾ പോവുകയാണ്. നമുക്ക് കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും സാധനമില്ല. അങ്ങനെയാണ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നഗരത്തിനുള്ളിലുള്ള ഹോട്ടലുകൾ പോലും ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്തതിനെ തുടർന്ന് അടച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സ്റ്റാച്യുള്ളത് ഹൈഡൈൻ ഹോട്ടലിൻ്റെ മുന്നിലാണ്. എന്തായാലും ഹോട്ടൽ ഉടമ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്ത അവസ്ഥ ഇത്രയും രൂക്ഷമായി ഹോട്ടൽ മേഖലകളെ ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? നമുക്ക് കൊമേഴ്ഷ്യൽ സിലിണ്ടർ ഇല്ലാതെ നമുക്ക് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം 3-4 ദിവസമായി ഭയങ്കരമായിട്ട്. അപ്പോൾ എല്ലാവരും കയ്യിലുള്ള സ്റ്റോക്ക് വെച്ചിട്ടാണ് ഇതുവരെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സാധനം തീർന്നു. ചായ കൗണ്ടറിനുള്ള മാത്രമുള്ള ഗ്യാസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഷോപ്പ് ഓപ്പൺ ചെയ്തില്ല. ഇനി എപ്പോൾ ഇതിനൊരു തീരുമാനം ആവുമോ എന്നുള്ളത് അറിയില്ല. അപ്പം ഈ മേഖലയെ മൊത്തത്തിൽ, അതായത് ഇത്രയും ജോലിക്കാർ, പിന്നെ ഇതുമായിട്ട് അറ്റാച്ച് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് പോകുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, മീറ്റ് ആയാലും ഫിഷ് ആയാലും വെജിറ്റബിൾ ആയാലും എല്ലാ മേഖലയും ബാധിക്കും. നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് 100% റെസ്റ്റോറൻറ്റുകളും ക്ലോസ് ആവും അവസ്ഥയിലോട്ട്. അതെ. പിന്നെ വെളിയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് സെക്രട്ടേറിയറ്റിൽ ഇവിടെ വരുന്നവരെല്ലാം നമ്മളെ പോണക്കുള്ള ചെറിയ കടകളെ ആശ്രയിച്ചല്ലേ അവർ ഫുഡ് കഴിക്കുന്നത്. എല്ലാവരെയും ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. നമുക്കൊരു 3 സിലിണ്ടർ വേണം, ഏകദേശം 3 എണ്ണം വേണ്ടി വരും. ഇന്നാണ് അടച്ചത്. ഇന്നലെ വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി. ഇന്നിപ്പോൾ സിലിണ്ടറിൽ ആകെ ഒരു കുറച്ചുള്ളത് വെച്ചിട്ടാണ് ചായ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇത് വില വർദ്ധനതിനനുസരിച്ച് നമുക്ക് സാധനത്തിന് വില കൂട്ടാൻ പറ്റില്ലല്ലോ. അതായത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ വരുന്ന, അതായത് തിരുവനന്തപുരം നഗരം സ്റ്റാച്യുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്റ്റാച്യു എന്ന് പറയുന്ന ഒരു ഭാഗത്ത് സെക്രട്ടേറിയറ്റിലായാലും ഒരുപാട് വിദേശികളായാലും മറ്റ് സംസ്ഥാനത്തിലുള്ളവരും മറ്റ് ജില്ലക്കാരായാലും ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരം സ്റ്റാച്യു. ഇത്തരത്തിൽ ഹോട്ടലുകൾ അടച്ചിടുമ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ? എന്തായാലും ഹോട്ടൽ ഉടമകളുടെ തെറ്റല്ല, കാരണം ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്തത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമൂഹികമായ ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഇതിപ്പോൾ സ്റ്റാച്യു സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഉള്ള ആൾക്കാരല്ല, കൂടുതലും സിറ്റിക്ക് പുറത്തുള്ള ആൾക്കാരാണ് ഇവിടെ ആഹാരം കഴിക്കാൻ വരുന്നത്. ഇപ്പോൾ ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നവരെല്ലാം വെളിയിലുള്ള ആൾക്കാരാണ്.
സെക്രട്ടറിയോടനുബന്ധിച്ചുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പം ഹോട്ടലിൽ മുടക്കമായ വളരെ ബുദ്ധിമുട്ടാണ്. ആഹാരത്തിനായാലും ചായക്കായാലും. ഞങ്ങൾ ഇന്നലെ വരെ പ്രവർത്തിച്ചു, ഇന്നാണ് ലോക്ക് ചെയ്തത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം. തീർച്ചയായിട്ടും, അതായത് തിരുവനന്തപുരം സ്റ്റാച്യു എന്ന് പറയുമ്പോൾ ഇവിടെ നഗരവാസികളല്ലാതെ പുറത്തു നിന്നും മറ്റ് സംസ്ഥാനക്കാരും മറ്റ് ജില്ലക്കാരും ഒട്ടനവധി പേര് ഇങ്ങോട്ട് വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഹോസ്റ്റലുകളിലായാലും വിദ്യാർത്ഥികൾ കൂടുതലും ഹോട്ടൽ ആഹാരങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഏറ്റവും കൂടുതൽ സ്റ്റാച്യുവിൽ എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഹോട്ടലുകൾ അടച്ചിടുന്ന ഒരു സാഹചര്യം മുന്നോട്ട് വന്നാൽ അത് വലിയൊരു സാമൂഹിക പ്രശ്നമായി തന്നെ മാറും. ഞങ്ങളിപ്പോൾ 3 നേരവും ഒന്ന് രാവിലെ ഇവിടെ നിന്നായിരിക്കും, ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റ്, വൈകിട്ട് പുറത്തുനിന്നായിരിക്കും. അപ്പം ഫുഡില്ലെങ്കിൽ ഞങ്ങൾക്കിപ്പം വീട്ടിൽ പോകാനേ വഴിയുള്ളൂ. ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഇന്നാണ് പഠിക്കുന്നത്. അപ്പം ഇപ്പോൾ ഫുഡില്ലെങ്കിൽ വീട്ടിൽ പോകാൻ നമുക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വീട്ടിൽ പോകാനേ ഓപ്ഷനുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സംഭവം യുവതലമുറയും കൂടെ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമായി മാറും എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഹോസ്റ്റലേഴ്സ് ഒരുപാടുള്ളൊരു മേഖലയാണ്. അതായത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇങ്ങനെ ഹോട്ടലുകൾ പൂട്ടിയിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ എല്ലായിടത്തും ഹോട്ടലുകൾ പൂട്ടിയിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതായത് നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം സ്റ്റാച്യുവിലുള്ള സ്റ്റാച്യു ഹോട്ടലിലാണ്. നമുക്ക് ഹോട്ടൽ ഉടമ നമ്മോടൊപ്പം ഉണ്ട്. ചോദിക്കാം എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മളെ ബാധിക്കുന്നത് എത്തരത്തിലാണ്. ചേട്ടാ, ഇന്നും കൂടെ അതെ, നേരത്തെ സ്റ്റോക്ക് ചെയ്ത ഗ്യാസ് ഇന്നോ തീരും. അപ്പോൾ ഇന്ന് രാവിലെ 2 സിലിണ്ടർ പയ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നാളെ കൂടെ തുറക്കാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞ് നാളത്തെ ഇന്നിപ്പോൾ വിളിച്ചപ്പോൾ അവിടെ റീഫില്ലിംഗ് നടക്കുന്നില്ല, പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് ഗ്യാസ് കിട്ടാനുള്ള സാധ്യതയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാളെ കാണും എന്തായാലും. മറ്റന്നാൾ എന്തായാലും ഉറപ്പില്ല. കാരണം ഇനി ഉച്ചയ്ക്ക് ഞാൻ 2 പേരെന്നാണ് ഗ്യാസ് എടുക്കുന്നത്. ഒരാൾ രാവിലെ കൊണ്ടുവന്നു, മറ്റേയാളാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി നാളെ രാവിലെ അവർ കൊണ്ടുവന്നാൽ മറ്റന്നാൾ തുറക്കാൻ പറ്റും. അവർ ഉറപ്പ് പറയുന്നില്ല. ഇല്ലെങ്കിൽ കട അടയ്ക്കേണ്ടി വരും, തീർച്ചയായിട്ടും അടയ്ക്കേണ്ടി വരും. കച്ചവടത്തിൽ കുറവ് വന്നിട്ടില്ല, പക്ഷേ കട അടയ്ക്കേണ്ടി വരും. 10-30 സ്റ്റാഫുണ്ട്, അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഗ്യാസ് ഇല്ലാതെ എല്ലാവരും ബാധിക്കും. ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതെ, പുറത്തു വന്ന ആൾക്കാർ, ഈ സമരം ചെയ്യാൻ വരുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ലോഡ്ജിൽ താമസിക്കുന്ന ആൾക്കാർ, അവരെല്ലാം ബാധിക്കും. പ്രധാനമായിട്ടും നമ്മുടെ ഈ സ്റ്റാഫുകളെല്ലാവരും ബാധിക്കും. കാരണം ഇത് പൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് നാളെ ഒരു ദിവസം കൂടെ എന്തായാലും കാണുമെന്ന് ഉറപ്പുണ്ട്. മറ്റന്നാളുടെ കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ പറ്റുന്നില്ല. അല്ല, അങ്ങനെയൊന്നും വില കൂട്ടാൻ പറ്റത്തില്ല. ഗ്യാസ് സിലിണ്ടറിന് ഓരോ മാസം കൂടുന്നതനുസരിച്ച് ഭക്ഷണം വില കൂട്ടാൻ പറ്റത്തില്ല. ഭക്ഷണം കൂട്ടുന്നതെന്ന് വെച്ചാൽ മൊത്തത്തിൽ എല്ലാ മെറ്റീരിയലും കൂടിയാൽ മാത്രമേ ഭക്ഷണത്തിന് അതും വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാർജിൻ മാത്രമേ കൂട്ടാനും പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് നമുക്കൊരിക്കലും അങ്ങനെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചേച്ചി, വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഗ്യാസ് ഉണ്ടോ? പരിമിതമായ ഗ്യാസേ ഉള്ളൂ. ഇപ്പോൾ അത് ഏത് സമയത്തും വേണമെങ്കിലും നിൽക്കാം. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം ഇപ്പോൾ വളരെ വാർത്തകളൊക്കെ വരുന്നത് വീട്ടാവശ്യങ്ങൾക്കുള്ള ഗ്യാസിന് അത് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കതിനകത്ത് ഒരു പ്രതീക്ഷയില്ല. കാരണം ഇത്തരം സംഗതികളൊക്കെ ഇറക്കുമതി ചെയ്യുന്നതാണല്ലോ, പാചക ഗ്യാസ് ഉൾപ്പെടെയുള്ള വാതകങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് വളരെ ഒരു അനിശ്ചിതത്വത്തിലാണ് സാധാരണ വീട്ടമ്മമാർ. കാരണം ഇപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്നത് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $90 താഴെ ആണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന വിലയെന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഒരു ബാരലിന് $150 എന്ന നിലയിലാണ് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉപഭോക്താക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വില വർധനവ് $90 താഴെ വരുമെന്ന് പറയുമ്പോൾ പോലും നമ്മൾ $150 എന്ന നിലയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാചകവാതകത്തിന്. അപ്പോൾ വിലക്കയറ്റം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുരിതത്തിൽ ആഴ്ത്തുന്നതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ യുദ്ധം ഒരു കാരണമാണെന്നാണ് ഭരണകർത്താക്കൾ പറയുന്നത്. പക്ഷേ യുദ്ധം ഇല്ലാത്തപ്പോൾ പോലും പാചകവാതകത്തിൻ്റെ വില വലിയ തുകയാണ് സാധാരണ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, വർദ്ധിച്ചു വരികയാണ്. അപ്പം ഇവിടെ ഗവൺമെൻറ് ഇതിനു മുൻപ് നമ്മുടെ നാട്ടിൽ പാചകവാതകം ഉൾപ്പെടെയുള്ള സംഗതികൾ നിയന്ത്രിച്ചിരുന്ന ഗവൺമെൻറ്റിനൊരു അവിടെ ഒരു നടപടി ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇപ്പോൾ അത് സ്വകാര്യ മുതലാളിമാർക്ക് ഇത് പെട്രോളിൻ്റെ ഡീസലിൻ്റെയും വില നിശ്ചയിക്കാനുള്ള അധികാരം അവർക്ക് കൈമാറിയത് വഴിയാണ് ഈ വില വർധനവ് ഇത്ര തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കർശനമായ ഒരു ഇടപെടലാണ് ഉണ്ടാവേണ്ടത്.
അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഞങ്ങൾ ഇന്നിവിടെ ഒരു പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നവരാണ്. സാധാരണ വീട്ടമ്മമാരെന്ന നിലയിൽ ഇത്തരത്തിൽ വിലക്കയറ്റം അതല്ലെങ്കിൽ ചാർജ് വർധനകളൊക്കെ വരുമ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ സ്ത്രീ സമൂഹം ഇത്തരം വിഷയങ്ങളിൽ ബോധവതികളായിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിൻ്റെയും സമരത്തിൻ്റെയും ഭാഗത്ത് വരേണ്ടുന്ന ഒരു അടിയന്തര സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ആ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങളൊക്കെ സാധാരണ ഒരു രാഷ്ട്രീയത്തിൻ്റെയും വലിയ പ്രവർത്തകരെ അങ്ങനൊന്നുമല്ല, മറിച്ച് ഇതൊരു വിഷയം സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നൊരു വിഷയമാണെന്നുള്ളത് കൊണ്ട് ഈ പ്രതിഷേധ പരിപാടിയായിട്ട് ഞങ്ങൾ വരികയാണ്. ഇപ്പം നമ്മൾ കാണാം എല്ലാ മുന്നണികളും വലിയ യാത്രകളിലാണ്. അപ്പം അവരുടെ ഒന്നും വിഷയത്തിൽ സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിലക്കയറ്റമോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ കിട്ടാത്ത അല്ലെങ്കിൽ മരുന്ന് കിട്ടാത്ത ഇത്തരം ഒരു മുദ്രാവാക്യം സാധാരണ ആളുകൾ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരു മുന്നണികളും ചർച്ചയ്ക്ക് വെക്കുന്നില്ല. എല്ലാവരും വികസനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഇവിടെ അതെ വികസനം എന്ന് പറയുന്നത് ആളുകളുടെ ജീവിത നിലവാരത്തിലാണ് വികസനം വേണ്ടത്. വിലക്കയറ്റത്തിൽ അല്ലെങ്കിൽ ചാർജ് വർധനകളിൽ നിന്നുള്ള മോചനം ഉണ്ടാവണം, രോഗം വന്നാൽ ചികിത്സ ഉണ്ടാവണം, ആളുകൾക്ക് വിദ്യാഭ്യാസം ചെയ്ത് പുറത്ത് വരുന്ന കുട്ടികൾക്ക് തൊഴിലുണ്ടാവണം, സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാവണം. ഇതൊക്കെ വരുമ്പോൾ മാത്രമേ ഒരു നാട് വികസിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ കുറച്ച് തോടുകളോ അതല്ലെങ്കിൽ പാലങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കെട്ടിടങ്ങളോ അല്ല വികസനത്തിൻ്റെ മാനദണ്ഡം. വികസനത്തിൻ്റെ മാനദണ്ഡം പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് മാന്യമായ തൊഴിലുണ്ടാവണം, സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാവണം, വിലക്കയറ്റം പോലെയുള്ള വിഷയങ്ങളിൽ നിന്നും ആളുകൾക്ക് മോചനം ഉണ്ടാവണം. ഇതൊക്കെയാണ് ആളുകൾ ആഗ്രഹിക്കുന്ന വികസനം. പക്ഷേ മുന്നണികളൊന്നും തന്നെ ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന യാതൊരു തരത്തിലുള്ള വിഷയങ്ങളും ഇവരുടെ അജണ്ടയിലേക്ക് വരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ മുദ്രാവാക്യത്തിൽ അട്രാക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഓക്കെ, അതായത് തീർച്ചയായിട്ടും ഈ LPG ഇല്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്തൊരവസ്ഥ ഹോട്ടലുകളെ മാത്രമല്ല ബാധിക്കുന്നത്. കേവലം ഒരു ഭക്ഷ്യശാല എന്നതിലപ്പുറം നിരവധി തൊഴിലാളികൾ, ഇവിടെ ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികൾ, അവരുടെ കുടുംബം കൂടി മുന്നോട്ട് പോകുന്നത് ഈ ഹോട്ടലുകൾ മുന്നോട്ട് പോകുന്നതോടെയാണ്. അതുപോലെ തന്നെ പലചരക്ക് കടകളായാലും പച്ചക്കറി കടകളായാലും എല്ലാം മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഹോട്ടലുകൾ നന്നായി മുന്നോട്ട് പോയാൽ മാത്രമേ അവരുടെ ബിസിനസ്സും അല്ലെങ്കിൽ അവരുടെ മേഖലയും കൂടുതൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ഇതേപോലുള്ള ഗ്യാസ് സിലിണ്ടർ ഇല്ലാത്ത ഒരു അവസ്ഥ എല്ലാ മേഖലയും ഒരേപോലെ രൂക്ഷമായി ബാധിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.